ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മുടെ സെൻറ്റ് സ്ക്വയർ മാളിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ കൊച്ചിയിലുള്ള MG റോഡിലുള്ള തന്നെയാണ് ഈ ഒരു സെൻറ്റ് സ്ക്വയർ മാൾ ഉള്ളത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതുപോലെ അവിടേക്ക് പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒരുപാട് ഉപകാരപ്രദമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ. അപ്പോൾ ഞങ്ങൾ താഴത്താണ് ഈ ഒരു പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ താഴത്ത് പോയിട്ട് പാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ -1 ഞങ്ങൾ വണ്ടി ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പോകുമ്പോൾ തന്നെ നമ്മുടെ KFC 149 ഇങ്ങനെ അതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ബുധനാഴ്ച ദിവസമാണ് കൂടുതലും ഓഫർ ഉള്ളതെന്നാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ വണ്ടി ഇടുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഓരോ പിക്ചറിൽ നമ്മൾ കാണാൻ പറ്റും. അങ്ങനെ ബുധനാഴ്ച ദിവസം മിക്കവരും അറിയാവുന്നവരൊക്കെ വന്ന് ബുധനാഴ്ച വന്ന് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ബുധനാഴ്ച ദിവസം നല്ല ഓഫറുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് കയറാം. അപ്പോൾ കാർ പാർക്കിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ആ ഒരു B1 എന്ന് പറഞ്ഞ ആ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വഴിയിലൂടെയാണ് നമ്മൾ അതിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മേലിലോട്ട് പോയാൽ മതിയാവും. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കയറുന്നത് കേട്ടോ. മേലിലോട്ട് ആദ്യം തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മേലിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെ ഫ്ലോറിലാണ് നമ്മൾ പോകേണ്ട കാര്യങ്ങളൊക്കെ. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആ ലിഫ്റ്റിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മേലിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാം വ്യത്യസ്ത തരം ഫുഡ് കോർട്ടുകൾ നമുക്കിവിടെ കാണാം. അതുപോലെ നമ്മളുടെ നമ്മൾ പല ടൈപ്പ് ഫുഡ് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലേ. അപ്പോൾ നമുക്ക് വ്യത്യസ്ത തരം ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. നമ്മൾ മേളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. പിന്നെ ഒരുപാട് വലിയ ലുലു മാളിൽ അത്രയും നമുക്ക് അങ്ങനെ വലിയ ഫുഡ് കോർട്ടായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് അത്യാവശ്യം ഫുഡ് കോർട്ടുകൾ നമുക്കിവിടെ ഉണ്ട്. പിന്നെ നമുക്ക് തട്ടുകട പോലെയുള്ള കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് ആ വശത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഏരിയയിലോട്ടാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്ത് ക്യാമറ എടുത്തത്. അപ്പോൾ അപ്പുറത്തെ വശം വേറെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ നോക്കി അങ്ങനെ എടുത്തില്ല കേട്ടോ, കുറച്ച് ഭാഗത്ത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ആ ഇരിക്കാനുള്ള സൗകര്യങ്ങളാണ്, ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ടേബിളും ചെയറൊക്കെയാണ് കേട്ടോ ഇതുള്ളത്. പിന്നെ ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഒരുപാട് ഫുഡ് കോർട്ടുകളുണ്ട്. പക്ഷേ എന്നാലും ഈ ഒരു ബേക്കറി പോലെ ഇതിവിടെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളി ഐറ്റംസ് നമുക്കിവിടെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും, ബേക്കറി ഐറ്റംസ്. പിന്നെ കേക്കൊക്കെ നമുക്ക് കിട്ടും. കേക്കിനൊക്കെ നല്ല വിലയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഐറ്റംസൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. അത് ഒരെണ്ണം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റമായിരുന്നു ഈ ഒരു ചിക്കൻ്റെ ഷുവയും അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണി കേട്ടോ. ചിക്കൻ ബിരിയാണിയുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഹോട്ട് ബോക്സിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. പിന്നെ നമുക്ക് ഇതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടോ. കാരണം എൻ്റെ ചെറിയൊരു ബർത്ത്ഡേ എന്നൊക്കെ പറയാം, എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഹസ്ബൻഡ് ഒരു ഡ്രസ്സ് വാങ്ങി തന്നു. അതിന് ശേഷം ഞങ്ങൾ പോയത് പിന്നെ ചിക്കിങ്ങിലാണ് പോയത് കേട്ടോ. ചിക്കിങ്ങിൽ പിള്ളേർക്കൊക്കെ ഫുഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പം അവിടെ കുറച്ച് നേരം നമ്മൾ പോസ്റ്റ് ആകും. കാരണം നമ്മൾ ഓർഡർ ചെയ്ത് കുറച്ച് നേരം നമ്മൾ പിടിക്കുമല്ലോ. അപ്പം നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും. പിന്നെ അതിന് ശേഷം നമ്മൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെയുള്ള ആ ഒരു ഭാഗങ്ങൾ കണ്ടോ, നല്ല എന്താ പറയുക, നമ്മുടെ ലിഫ്റ്റിൻ്റെ ഏരിയയിലുള്ള ഭാഗങ്ങളാണ് കാണുന്നത് കേട്ടോ. ഇത് ആ ഒരു ഫ്ലോറാണ് കേട്ടോ, നമ്മളുടെ ഏറ്റവും മേലത്തെ ആ ഫ്ലോറാണ്. അവിടെയാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ഐറ്റംസ് ഇവിടെ ഉണ്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ താഴയിലോട്ടൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ കുറച്ചൊക്കെ.
പിന്നെ എന്തേ സിനി പോളീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിനിമ തിയേറ്റർ പുതിയ പുതിയ ഫിലിംസൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. കൂടുതൽ ആൾക്കാർ ഇവിടെ വന്ന് കാണാറുണ്ട്. ഈ ഒരു സിനി പോളീസിൽ വന്ന് കാണാറുണ്ട് പുതിയ പുതിയ ലേറ്റസ്റ്റ് ഫിലിംസൊക്കെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സിനിമയും കണ്ട് ഫാമിലിയോടൊത്തൊക്കെ വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക ബർഗർ കിങ്ങിൻ്റെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബർഗർ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ നമുക്കൊരു ഐസ്ക്രീം കിട്ടും. നല്ല അട്ടിപ്പൻ ഒരു ഐസ്ക്രീം ഉണ്ട് കേട്ടോ, സ്കൂപ്പായിട്ടുള്ള ഐസ്ക്രീമില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഐസ്ക്രീം ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതേ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ ഫ്ലോറിലത്തെ ആ ഒരു കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിസ്സ ഹട്ട് അങ്ങനെയുള്ള ഒരുപാട് നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള പിസ്സ ഹട്ട് ഫുഡിൻ്റെ ഐറ്റംസും ഉണ്ട്, അതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, പല പല ഐറ്റംസ് കേട്ടോ, ബാഗിൻ്റെ, പിന്നെ നമ്മുടെ മേക്കപ്പ്, നൈക്ക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോ ഫ്ലോറിലും ഓരോ കാര്യങ്ങളും ഓഫറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ കൂടി പോയി കഴിഞ്ഞാൽ അപ്പോൾ ഓരോ ഫ്ലോറിലും ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുപോലെ നമ്മൾ വീഡിയോയും കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനപ്പോൾ പരമാവധി നമ്മളിത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഏരിയയിലൂടെയൊക്കെ നോക്കി. അപ്പോൾ നമ്മുടെ പിള്ളേരുടെ സെക്ഷനിലൊക്കെ അടച്ച് ക്ലോസ് ആണ് കേട്ടോ, ഇവിടെ ക്ലോസ് ആയിട്ട് ഇട്ടേക്കുവാണ്. അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു. ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ കാണുന്നത് നമ്മുടെ പിള്ളേർക്ക് വണ്ടിയൊക്കെ ഓടിക്കുക ഈ ഒരു ഫ്ലോറിൽ മൊത്തം നമുക്ക് അങ്ങനെ കറങ്ങാം കേട്ടോ കാറിൽ. അപ്പോൾ അങ്ങനെ കറങ്ങുന്നതിന് നമുക്ക് ഇത്ര എമൗണ്ട് കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ആ വണ്ടിയിലിരുന്ന് ആ ഒരു വണ്ടിയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു പുള്ളിയാണ്. അപ്പോൾ പുള്ളിയെടുത്ത് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലോറ് മൊത്തം ഇങ്ങനെ ആ ഫ്ലോർ മാത്രം ഇങ്ങനെ വണ്ടിയിൽ ഓടിച്ചുകൊണ്ട് പോകാട്ടോ, വണ്ടി ഓടിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ ബിഗ് ബസാറാണ്. നല്ല ഓഫറുള്ള ടൈം ആയിരുന്നിട്ട് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഐറ്റംസൊക്കെ നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരുപാട് ഓഫറുള്ള ടൈമാണിപ്പോൾ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബിഗ് ബസാറിൽ വന്നാൽ നല്ല ഒരുപാട് ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ, ഷോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിതേ ഈ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മൾ പോവാണ്. അപ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ ഒക്കെ ഓഫറും കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും 50% ഓഫർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെ നോക്കിയാലും നമ്മളിപ്പോൾ മിക്ക സ്ഥലത്തും ഇങ്ങനെ ഷോപ്പുകളാണ്. മാളാകുമ്പോൾ പൊതുവേ ഷോപ്പുകളുടെ ബഹളമായിരിക്കുമല്ലോ. അപ്പോൾ കുട്ടികളുടെ വണ്ടികൾ വാങ്ങിക്കാനുള്ള ഷോപ്പുകൾ, എല്ലാ ഷോപ്പുകളും നമുക്ക് ഇവിടെ കാണാൻ പറ്റുമല്ലേ. അപ്പം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് രസമാണ്. കുട്ടികൾക്കാണെങ്കിലും വളരെ സന്തോഷമായിരിക്കും. മാളിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് കളിക്കാം, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എല്ലാം നമുക്ക് കണ്ട് ആസ്വദിക്കാനും ഫുഡ് കഴിക്കാനും സിനിമ കാണാനും എല്ലാം നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ മാളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കുള്ളൂ, കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഞാൻ ഓരോ ഫ്ലോറിലൂടെ ഇങ്ങനെ നടന്ന് ഉള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടതൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് താഴത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ കുറേ മോതിരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് വേഗം പോകുന്നു കേട്ടോ. അപ്പോൾ ദേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു താഴത്തെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. താഴത്ത് ജസ്റ്റ് നമ്മളവിടെ കയറുന്ന ഭാഗം ഉണ്ടല്ലോ, സെൻട്രൽ സ്ക്വയർ മാൾ എന്നൊക്കെ പറഞ്ഞ് എഴുതി ആ ഒരു ഭാഗത്ത് ഇത്ര % ഓഫറും കാര്യങ്ങളൊക്കെ ഇവർ ആ ഒരു അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവരും അത് നോക്കൂലേന്നോ നമുക്കറിയില്ല. കാര്യം നമ്മളിപ്പോൾ ഈ പറഞ്ഞ ബിഗ് ബസാറിലാണ് ഓഫറുള്ള സ്ഥലം കേട്ടോ. പിന്നെ വേറെ സ്ഥലത്തൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന്. കാരണം ഭയങ്കര കത്തിയായിരിക്കും. അപ്പോൾ ബിഗ് ബസാറിൽ നല്ല ഇതൊക്കെ ആയിരിക്കും. പിന്നെ ഡ്രസ്സ് മേടിക്കണ ആ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഞാൻ വാങ്ങിക്കാൻ പോയ അവിടെ ആ ഒരു ഏരിയയിലും അവിടെയും നല്ല ഓഫറുണ്ട് മേളിൽ തന്നെയുള്ള. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സെൻട്രൽ സ്ക്വയർ മാളിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനിലാക്കി ഇടുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഫ്യൂച്ചറിൽ ഇടുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.